ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഗർ എഡിറ്റിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ സ്വാഗർ ഇംപ്ലിമെന്റേഷൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മിനിമൽ സെറ്റ് ഓഫ് സ്വാഗർ സാമ്പിൾ ഇംപ്ലിമെന്റേഷൻ ഞാൻ എഴുതി കാണിക്കാം. കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മിനിമൽ ലെവലിൽ കുറച്ച് ഒരു വീഡിയോ ഞാനിവിടെ എഴുതി കാണിക്കാം. വീഡിയോ എന്നാണ് പറയുന്നത്, ഒരു നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ API ഓതന്റിക്കേഷൻ ടു ഡു ആപ്പിൻ്റെ ഓപ്പൺ API ഇൻ്റഗ്രേഷൻ്റെ ഓപ്പൺ API സ്പെക്ക് ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് സ്വാഗർ എഡിറ്റർ എന്ന് പറഞ്ഞുള്ള സൈറ്റിലോട്ടാണ്. ഇത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി സ്വാഗറിനെ എഡിറ്റ് ചെയ്യാനും അതിനെ വെച്ച് പ്ലേ ഗ്രൗണ്ട് അതിൻ്റെ എന്താ പറയുക സെർവേഴ്സിനെ ഇംപ്ലിമെൻറ്റേഷൻ ജനറേറ്റ് ചെയ്യാനും ക്ലയൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ജനറേറ്റ് ചെയ്യാനും എല്ലാം നമുക്കിവിടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ URL നോട്ട് വയ്ക്കുക, editor.swagger.io. ഈ swagger.editor സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്മാർട്ട് ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ സ്മാർട്ട് ബെയർ ഈ ഓപ്പൺ API അല്ലെങ്കിൽ സ്വാഗറിന്റെ കോൺട്രിബ്യൂട്ടേഴ്സിൽ ഭയങ്കര അധികം പങ്കുവച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ അഡ്വാൻസ്ഡ് സൈറ്റ് ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ API സ്പെക്കിന്റെ ഡോക്യുമെന്റേഷൻ സൈറ്റാണ് ഇത്. ഇവിടെ നമുക്ക് ഓരോ ഓപ്പൺ APIയുടെ ഒബ്ജക്റ്റുകളുടെയും അതിൻ്റെ ടൈപ്പും അതിൻ്റെ ഫീൽഡും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ChatGPT അതെല്ലാം വെച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ChatGPTയിൽ പ്രോംപ്റ്റ് ചോദിച്ചിട്ട് അതിൽ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഡീപ്പ് ഇത് വേണം, ഒരു സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ സ്പെസിഫിക്കേഷനിൽ വന്നിട്ട് സ്പെസിഫിക്കേഷൻ വായിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളൊരു ലേണർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഏതാണോ ടെക്നോളജി നിങ്ങൾ പഠിക്കുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സൈറ്റിൽ വന്നിട്ട് വേണം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ API ആണ്. നമ്മുടെ നേരത്തെ കണ്ട പോലെ അതിൻ്റെ ഇനീഷ്യൽ പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ വേർഷനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ അൺഎബിൾ ടു റെൻഡർ ദിസ് വെർഷൻ. ബേസിക്കലി ഒന്നുമില്ല, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവന്മാർ ഇതെല്ലാം എടുത്ത് റെൻഡർ ചെയ്തിട്ട് ഇവിടെ കാണിക്കും. നമുക്കൊരു UI ഞാൻ പറഞ്ഞില്ലേ നേരത്തെ UI കാണിക്കും എന്നുള്ളത്. ആ UI ഇവിടെ അവർ ബിൽഡ് ചെയ്യും യൂസിങ് ഈ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3.1.0 എന്ന് പറയുന്നു. ഇത് YAML-ലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ YAML-ന്റെ ഒരു ക്വിക്ക് ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, YAML ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് ലൈക്ക് JSON തന്നെയാണത്. JSON-ന്റെ സൂപ്പർ സെറ്റാണ് YAML. ഓക്കെ, ഇൻഡന്റേഷൻ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൈത്തനൊക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടും. ദെൻ നമുക്ക് ഇൻഫോ ഒബ്ജക്റ്റ് ആണ്. ഈ ഇൻഫോ ഒബ്ജക്റ്റിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡുകൾ ഉണ്ട്. ആ ഫീൽഡ് അല്ലാതെ വേറെ ഫീൽഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ Node.js നോഡ്, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഷുഡ് നോട്ട് ഹാവ് സ്ട്രക്ചറൽ എറർ അറ്റ് ഇൻഫോം, ഷുഡ് നോട്ട് ഹാവ് അഡീഷണൽ പ്രോപ്പർട്ടി Node.js. ഓക്കെ, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്ത ലൈനിൽ കാണാം നമുക്കിവിടെ ഷുഡ് ഹാവ് പ്രോപ്പർട്ടി ടൈറ്റിൽ, മിസ്സിംഗ് പ്രോപ്പർട്ടി ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിൽ ഒരു പ്രോപ്പർട്ടിയാണ്, മാൻഡേറ്ററി പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ വേർഷൻ മിക്സ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. മാൻഡേറ്ററി ആണ് ടൈറ്റിൽ. നമ്മൾ കൊടുക്കുന്നു ടു ഡു API വിത്ത് യൂസർ സപ്പോർട്ട്. ഓക്കെ, ഗ്രേറ്റ്. കണ്ടില്ലേ, നമ്മുടെ ഇവിടെ ഇത് റെൻഡർ ചെയ്തവർ ഓട്ടോമാറ്റിക്കലി. അവർ പറയുന്നത് നോ ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ ദ സ്പെക്. ആൾസോ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ഷുഡ് ഹാവ് റിക്വയർഡ് പ്രോപ്പർട്ടി വേർഷൻ. അപ്പോൾ നമുക്കത് വെർഷനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവരവിടെ വേർഷൻ്റെ സ്ട്രിങ് കൂടി ഇവിടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ API സ്പെക്കിൻ്റെ ഇതും കൂടി ഇതാക്കി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ പാത്സ് പറയാം. പാത്സിൽ നമ്മൾ പറയാണ് എനിക്ക് v1/user എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് ഉണ്ട്. ഇവിടെ ഞാനൊരു പോസ്റ്റ് മെത്തേഡാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അറിയാം ഇവിടെ ഓട്ടോമാറ്റിക്കലി അവർ ഒരു UI ഇവിടെ ജനറേറ്റ് ചെയ്തു. പക്ഷേ UIയിൽ എന്താണ്, empty ആണ്. അവർക്ക് പോസ്റ്റ് മെത്തേഡ് മാത്രമേ ഉണ്ടെന്നുള്ള അറിയുള്ളൂ ഈ എൻഡ് പോയിന്റിൽ. അതിൻ്റെ ബാക്കി ഇൻഫർമേഷൻ ഒന്നും നമ്മളിവിടെ
കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവരിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ലതും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഫയൽ ഇവിടെ ബേസിക്കലി അവരൊരു ഇവിടെ നിങ്ങൾക്കൊരു സാമ്പിൾ, അതായത് editor.sagar പോയി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്കൊരു സാമ്പിൾ ആയിട്ടുള്ളൊരു ഇതവർ ചെയ്യുന്നുണ്ട്. ട്രൈ സാഗർ എഡിറ്റ്. ലോഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഡ് പെറ്റ് സ്റ്റോർ കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ ഭാഗ്യം പോയിട്ടില്ല. അപ്പുറത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു സാമ്പിൾ API സ്പെസിഫിക്കേഷൻ അവർ കൊടുത്ത് കാണിക്കുക. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവരുടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കാണാം പാത്ത്, അതുപോലെ പെറ്റ്, പുട്ട്, അതിൻ്റെ ഓപ്പറേഷൻ ID. ഈ ഓപ്പറേഷൻ ID ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നിങ്ങൾ ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, പക്ഷേ വൺസ് നിങ്ങൾ OpenAPI spec പഠിക്കാൻ നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് റിക്വസ്റ്റ് ബോഡി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമലായിട്ട് വേണ്ടത് റിക്വസ്റ്റ് ബോഡിയാണ്. റിക്വസ്റ്റ് ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടന്റ് ടൈപ്പ് ഇത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കണ്ടന്റ് റിക്വസ്റ്റ് ബോഡിയിൽ നമുക്ക് കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റിലാണ് ടൈപ്പില്ല, application/JSON അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കണ്ടന്റ് ടൈപ്പ്. ഓക്കെ, കണ്ടന്റ് ടൈപ്പ് application/JSON ആണ്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ സ്കീമ ഡിഫൈൻ ചെയ്തത്. സ്കീമ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പറയുന്നത് $ref. ആരെന്നെ റഫ് ചെയ്യാൻ പറയുന്നത്? ഇതിനൊരു സിൻടാക്സ് ഉണ്ട്, /components/schemas/user എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത്, റെസ്പോൺസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്നത് 201 ആണ്. എററുണ്ടോ? റെസ്പോൺസസിൽ 200. ഇതിലും സിമിലർ തന്നെയാണ് വരുന്നത്. കണ്ടന്റ് നമ്മൾ JSON ആയിട്ടാണ് റെസ്പോൺസ് കൊടുക്കുന്നതെങ്കിൽ application/JSON സ്കീമ എന്ത് ചെയ്യുന്നു? $ref #same component/schema/user response. നമ്മൾ സാമ്പിൾ സ്കീമ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതൊരു to-do API ആണ് വിത്ത് സിംഗിൾ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ സ്കീമാസിനെ ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കമ്പോണൻസ് പറയുന്നുള്ള ഒരു സാധനം ഡിഫൈൻ ചെയ്തു, ഒരു സെക്ഷൻ, ഒരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്തു. സ്കീമാസിൽ ഞാൻ യൂസർ എന്ന് പറഞ്ഞു. യൂസറിൻ്റെ ടൈപ്പ് ഞാൻ പറയാണ് ഒബ്ജക്റ്റ് ആണ് വേണ്ടത് എനിക്ക്. ഈ ഒബ്ജക്റ്റിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത ലൈനിൽ പറയാണ്. എനിക്ക് യൂസറിൻ്റെ ഇമെയിൽ വേണം. ഇമെയിൽ വേണം. ഇമെയിലിൻ്റെ ടൈപ്പ് ഷുഡ് ബി സ്ട്രിംഗ്. അതുപോലെ എനിക്ക് യൂസർ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം. അതിൻ്റെ ടൈപ്പ് ഷുഡ് ബി ഓൾസോ സ്ട്രിംഗ്. ഇത് നമ്മുടെ ഒരു ഇനീഷ്യൽ യൂസർ സ്കീമ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നേരത്തെ ഒരു എറർ ഉണ്ടായിരുന്നു, അത് പോയി. നെക്സ്റ്റ് നമ്മൾ യൂസർ റെസ്പോൺസ് ആണ്. ഇവിടെ നമ്മൾ പറയാണ് ഇതിൻ്റെ റെസ്പോൺസ് വിൽ ബി എൻ ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഷുഡ് ഹാവ് സം പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പ്രോപ്പർട്ടീസ് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കുന്ന യൂസറിൻ്റെ ഇമെയിൽ ആയിരിക്കാം, മേ ബി ജസ്റ്റ് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ യൂസർ ID നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ടൈപ്പ് നമ്പർ.
നമ്മളൊരു ഈസ് ആക്റ്റീവ് എന്നുള്ളൊരു ഫ്ലാഗും കൂടി കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ദാറ്റ് വിൽ ബി എ ബൂളിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു API ശരിയായി. ഓക്കെ, ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്പോൺസിന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി വേണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് യൂസർ ഷുഡ് മാച്ച്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വെർഷനിലേക്ക് വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ എറർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇത് ഇവരുടെ സൈറ്റിൻ്റെ ഒരു ബഗ്ഗാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്യുക, തന്നെ ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ API സ്പെസിഫിക്കേഷൻ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഒരു UI അവർ റെൻഡർ ചെയ്തിട്ടുണ്ട്. ഇതിനെ സ്വാഗർ UI എന്നാണ് നമ്മൾ കോമൺലി വിളിക്കുക. നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിവേ ഇവിടെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെർവേഴ്സിൻ്റെ സെക്ഷൻ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സെർവേഴ്സ് കൊടുക്കുകയാണ്, എന്നിട്ട് HTTP localhost 3000/API should be at server 0. Okay, server 0 ാണുള്ളത് കിടക്കുന്നത്, isn't it? ഓക്കെ, നമുക്കിവിടെ പെറ്റ് സ്റ്റോർ പോയി നോക്കി നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ സെർവേഴ്സ് അല്ലേ ഇവിടെ. ഓക്കെ, സെർവേഴ്സ്. ഓക്കെ, URL പ്രോപ്പർട്ടീസ് മിസ്സിംഗ്. ഓക്കെ, ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഇതൊന്നുകൂടി ഞാൻ റിലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെർവേഴ്സ് നമ്മളിവിടെ കണ്ടു. ഈ സെർവേഴ്സിനെ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഇതേപോലെ ട്രൈ ഔട്ട് കൊടുത്തു, എക്സിക്യൂട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാം ഫെയിൽ ടു ഫെച്ച് പോസിബിൾ റീസൺ. അത് ലോക്കൽ ഹോസ്റ്റിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ നോക്കി. ലോക്കൽ ഹോസ്റ്റിൽ നമ്മുടെ ഇത് റണ്ണിങ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എറർ കാണിച്ചത്. ഇവിടെ കണ്ടില്ല എക്സാമ്പിൾ വാല്യൂ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ യൂസർ റെസ്പോൺസ് അല്ലേ, ഇമെയിൽ hello@gmail.com, user ID okay is active true. It is default. Okay, നമ്മുടെ ഫുൾ ലെവൽ തെറ്റിയിട്ടുണ്ടോ? ഇവിടെ സാമ്പിൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ. എൻ്റെ സിൻടാക്സ് ഓർമ്മയില്ല. സ്കീമ ഡിഫോൾട്ട്. ഓക്കെ, സ്കീമയിൽ ഡിഫോൾട്ട് ആണല്ലോ നമ്മൾ കൊടുത്തത്. ഓക്കെ, സ്കീമയിലാണ് ഡിഫോൾട്ട് കൊടുക്കേണ്ടത്. യെസ്, സിബ്ലിങ്സ് alongside ref are ignored to add additional properties. property level ഓക്കെ. അപ്പോൾ എനിവേ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഓപ്പൺ API സ്കീമിൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. എനിക്ക് ഏത് ലെവലിലാണെന്നുള്ള എനിക്കിപ്പോൾ ഇത് ഓർമ്മയില്ല.
ഓക്കെ, എനിവേ ഞാനത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് എതിരാണ്. എങ്ങനെയാണ് നമുക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ പറ്റുക, എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എത്രയാണ് നമ്മുടെ ഒരു ഓപ്പൺ API സ്പെസിഫിക്കേഷൻ നമുക്ക് എന്താ പറയാം ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫിഷ്യൻ്റ് ആൻഡ് യെറ്റ് പവർഫുൾ, വെരി പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ API ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഓപ്പൺ API സ്പെസിഫിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് അറിവ് വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓപ്പൺ API എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഓപ്പൺ API എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളൊരു ചിന്തയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ബിക്കോസ് എന്താണ്, ഇത് വെരി ഈസി ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇവിടെ ഞാൻ ഇനി അടുത്തൊരു ഞാനൊരു ഓൾറെഡി നമ്മളൊരു API ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ടു ഡൂവിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഞാനത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഓപ്പൺ API സ്പെസിഫിക്കേഷൻ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാം നമ്മൾ യൂസർ രജിസ്റ്റർ, യൂസർ ലോഗിൻ, ടു ഡു ID, പുട്ട്, ടു ഡു ഡിലീറ്റ്, എല്ലാ ഓപ്പറേഷൻസും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓതറൈസേഷൻ നമുക്ക് JWT ടോക്കൺ കൊടുക്കാം, അതിൻ്റെ ഓതറൈസേഷൻ കാര്യങ്ങളെല്ലാം എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ ജനറേറ്റ് സെർവർ. ഓക്കെ, നിങ്ങളപ്പോൾ ഇഷ്ടം പോലത്തെ ടെക്നോളജി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ Node.js സെർവർ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ Node.jsലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എനിക്കൊരു പുതിയൊരു Node.js സെർവർ അത് ഡൗൺലോഡ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു കോഡാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത കോഡിൽ ഇവിടെ കാണാം അവർ ഒരു കൺട്രോളേഴ്സ് എഴുതിയിട്ടുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ സർവീസ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതിൽ. അഡീഷണൽ യൂട്ടിലിറ്റി സാധനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്, റൈറ്റ് ടു JSON എനിത്തിങ് എക്സെട്ര. അതുപോലെ ഇൻഡെക്സ് JS അവർ ഇതാക്കിയിട്ടുണ്ട്. ഇത് പ്ലെയിൻ, ഇത് എക്സ്പ്രസ് എന്ന് വെച്ചിട്ടൊന്നുമല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പ്ലെയിൻ HTTP സെർവർ വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് റെഡി ടു യൂസ് ആണ്. ഇത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഓർ യെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ഓൾവേസ് എഴുതാം. ഇത് ഡിഫാൾട്ട് സജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കില്ല. നിങ്ങളൊരു പെട്ടെന്നൊരു മോക്ക് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈൻറ്റ് ആൾസോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജാവാസ്ക്രിപ്റ്റ് ക്ലൈൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ജനറേറ്റഡ് സ്ക്രിപ്റ്റ് കാണാം. ഓക്കെ, ഇതൊരു പുതിയൊരു ഇതിലോട്ട് പോരാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് വെച്ചാൽ കാണാം നിങ്ങളുടെ SRCയിൽ അതിൻ്റെ മോഡൽസ് API ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്വിക്ക് പ്രോട്ടോടൈപ്പ് വിത്തൗട്ട് റൈറ്റിംഗ് എനി കോഡ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു എൻറ്റയർ സിസ്റ്റം നിങ്ങൾക്ക് ഈവൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അതാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപാട് ടൂൾ ഇവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. ചുമ്മാ നിങ്ങൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുക, API ഡെവലപ്മെൻറ്റ് ചെയ്യുക, API ഡെവലപ്പ് ചെയ്യുക, എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ടൂളെല്ലാം മനസ്സിലാക്കി പഠിക്കണം. ഇതൊക്കെ ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്, ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ആക്ച്വലി. ഓക്കെ, ഒരു അഡീഷണൽ കൂടി എനിക്ക് കാണിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ എനിക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ഇമ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ സെലക്ട് ഫയൽസ് ഓപ്പൺ കൊടുത്തു, ഇമ്പോർട്ട് കൊടുത്തു. ഇവിടെ ടു ഡു API ഓപ്പൺ ആയി. ഇവിടെ യൂസേഴ്സിൻ്റെ രജിസ്റ്ററിൻ്റെ മെത്തേഡുകളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ റെസ്പോൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ്മാൻ ഉപയോഗിച്ച് അഡീഷണൽ ടെസ്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ആക്ച്വലി. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്വാഗർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും പഠിച്ച് അതിലോട്ടൊരു ഇൻസൈറ്റ് കിട്ടണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.
അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു.